പി എസ് മാഷേ, നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ പോയി. പ്രധാനമന്ത്രി കാണാൻ പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകണം. കാരണം അവർ തമ്മിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത്, ഈ സംസാരത്തിനകത്ത് നമ്മുടെ രണ്ട് പാർട്ടിക്കാർ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ വി ഡി സതീശൻ പോകുമ്പോഴും ആ സംസാരത്തിന് ശേഷം പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളും പറയുന്ന കാര്യങ്ങൾ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് യാതൊരു ഡിഗ്നിറ്റിയും ഇല്ലാത്ത, മനസ്സിലാവുന്നത്, അതായത് വെറും ഒരു കൾച്ചർ ഇല്ലാത്ത രീതി സംസാരിക്കുക. അതിനകത്ത് വി ഡി സതീശൻ ഒട്ടും മോശമല്ല, അത് പറയാനാണ് ഞാൻ ഈ വന്നത്. വി ഡി സതീശൻ ഒട്ടും മോശമല്ല. വി ഡി സതീശൻ പലവട്ടം ഈ പറയുന്ന മോദി ഇവിടെ വരുമ്പം തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നത് തിരുവനന്തപുരം മേയർ അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ടോ പ്രോട്ടോകോൾ അനുസരിച്ച്? മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം ചെല്ലേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഈ സമയത്തൊക്കെ ഈ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി പിയേഴ്സൺ മാഷിനും എനിക്കും അറിയാമല്ലോ. ആ മോദിയെ കണ്ടു, ചിരിച്ചു, കയ്യെ പിടിച്ചു, ചർച്ച ചെയ്തു. ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണോ? അപ്പൊ ബി ജെ പിയുമായിട്ട് ബന്ധമില്ലേ, RSSുമായിട്ട് ബന്ധമില്ലേ? അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുന്നത് CPM-ന്റെ ഭാഗം നിന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗം നിന്ന് പറയുമ്പോഴും എല്ലാ പാർട്ടിയുടെ ഭാഗം നിന്ന് പറയുമ്പോഴും ഇവിടെ വികസനമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അല്ല, യഥാർത്ഥത്തിൽ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ അല്ല. അതിനപ്പുറം RSS, മോദി, BJP ഇതിനെ പറഞ്ഞോണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇലക്ഷന് നമ്മൾ കണ്ടതാണല്ലോ, എന്തോ പറഞ്ഞു, ഡീലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സതീശൻ പറയുന്നു വികസന രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല, ഡീലിന്റെ കാര്യം പറഞ്ഞു. തിരിച്ച് വികസന രാഷ്ട്രീയം പറയാൻ ചെയ്ത CPM-നോ അല്ലെങ്കിൽ പിണറായി വിജയനോ സാധിച്ചിട്ടില്ല. അപ്പൊ ഇപ്പം ഇവിടെ പോയിട്ട് വന്നപ്പോൾ ഇവിടുത്തെ ചർച്ച എന്താണെന്നറിയോ? ഇപ്പം ED വന്നത് സതീശൻ പറഞ്ഞിട്ടാണ്. സതീശൻ അവിടെ ചെന്നു, മോദിയുടെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ മോദി ഉടനെ ED-യെ വിട്ടു, CPM-നെ തീർക്കുക, ഇവർ തമ്മിലൊരു ഡീലുണ്ട്. ഈ രീതിയിലാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുക. കാരണം ഇന്നലെ അതിനകത്ത് സതീശൻ, ആ കാര്യത്തിൽ എനിക്ക് സതീശനോട് ഇഷ്ടപ്പെട്ടു. സതീശൻ ഇതുവരെ ചെയ്ത് അങ്ങനല്ല. സതീശൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പത്രക്കാരത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ശരിയാ, ഞാൻ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു, ഇതുപോലെ ED ഒന്ന് വിടണം, പിണറായി വിജയന്റെ വീട്ടിലൊന്ന് കയറണം. അപ്പം അങ്ങനെ അന്നേരം പറയുമ്പോൾ എങ്ങനെ വേണം, വിശാലമായിട്ട് 12 വീടുണ്ട്, 12 ഇടത്ത് ഒരുപോലെ റെയ്ഡ് ചെയ്യണം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്ത്. ഇതൊക്കെ ഞാനിത് പറയുന്നത് കേൾക്കാനിരിക്കുമല്ലേ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അത്തരത്തിലാണല്ലോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് പറയുന്നത് കേൾക്കാൻ ഈ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേൾക്കാനിരിക്കുന്ന മോദിയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണോ ഞങ്ങൾ സംസാരിക്കാൻ പോയത്? ഈ രീതിയിലേക്ക് വി ഡി സതീശൻ സംസാരിച്ചു. അതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ട്. ആ സംസാരത്തിനകത്ത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലം വി ഡി സതീശൻ സംസാരിച്ചത് ഇങ്ങനെ അല്ലല്ലോ. ഈ പറഞ്ഞ പിണറായി വിജയൻ ഇപ്പൊ അതേ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. കാരണം പിണറായി വിജയൻ ഇപ്പം അവിടെ പോയത് അതിനാണ്. അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാല്, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഭാഷയല്ല ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഭാഷ. ഇപ്പം പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യം നടത്തിയ പത്രസമ്മേളനം വളരെ ഡീസൻ്റ് പത്രസമ്മേളനം എന്നാണ് പത്രക്കാരെല്ലാം പറയുന്നത്. ഇങ്ങനെ ഡീസൻ്റ് ആയാൽ പ്രതിപക്ഷ നേതാവാൻ പറ്റൂലെന്ന് അവർ തന്നെ പറയാം. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഭരണപക്ഷത്തിരിക്കുന്നവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ മോശമായ ഭാഷയിലും അതേപോലെ ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിലൊക്കെ ബഹളം ഉണ്ടാക്കി ആക്രമിക്കണം എന്ന് പറഞ്ഞു. അതിനുള്ള ശാരീരിക ആരോഗ്യം പിണറായിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരിയായിരിക്കും, വയസ്സായില്ലേ. പക്ഷെ വളരെ ഷാർപ്പായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആശയപരമായി പതുക്കെയാണ് സംസാരിക്കുന്നത്, ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ വളരെ കൃത്യമായിട്ട് അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ കടക്കുപുറത്ത്, പരനാറി, നികഷ്ടജീവി എന്നൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അദ്ദേഹം ഇതുവരെ തിരുത്തിയിരുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്ന നിലക്ക് തന്നെയാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പൊതുസമൂഹം അതിനെ എതിർത്തു. മുഖ്യമന്ത്രി ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കാൻ പാടില്ല എന്ന് പൊതുവെ ആളുകൾ പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു ശൈലി ഭരണപക്ഷത്തായിരുന്ന സമയത്തും പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്തും അതൊക്കെ തന്നെയായിരിക്കും എന്നാണ് ഞാനും കണക്കാക്കുന്നത്. വളരെ ഷാർപ്പായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. അനാവശ്യമായി വളച്ചുകെട്ടലുകളും അതേപോലെ തന്നെ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കുന്നില്ല, നേരിട്ട് കാര്യം പറയുന്ന രീതി.
പക്ഷെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ. വി ഡി സതീശൻ എല്ലാ സ്ഥലത്തും പോയി ഡയലോഗുകൾ വിടും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിമർശനം ഉണ്ടായിപ്പോൾ ഒരു അധ്യാപകനെ അദ്ദേഹം പറഞ്ഞ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ സമം ഡയലോഗ് എന്നാണ് പറഞ്ഞത്. അതെ അതെ. അപ്പൊ അങ്ങനെ വെറും ഡയലോഗ്. അത് അദ്ദേഹം പ്രതിപക്ഷമായിരുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരമായി നടത്തുമായിരുന്നു. രാവിലെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തും, ഉച്ചക്ക് കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തും, വൈകിട്ട് കോഴിക്കോട് പത്രസമ്മേളനം. ഇപ്പൊ ഈ മുഖ്യമന്ത്രി അതിന് ശേഷം ഇതേ രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്, കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വി ഡി സതീശനോ പിണറായി വിജയനോ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിന്റെ ഫലമായിട്ടോ മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന്റെ ഫലമായിട്ടോ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇവർ നേരത്തെ എന്തായിരുന്നു അതൊക്കെ തന്നെയായിരിക്കും തുടരുന്നത്. അപ്പം അങ്ങനെ തുടരുന്ന സമയത്ത് അതിൽ വിമർശനങ്ങൾ വരും. വി ഡി സതീശനെതിരെയും അങ്ങനെ വിമർശനങ്ങൾ വരും, പിണറായി വിജയനെതിരെയും വിമർശനങ്ങൾ വരും. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അത് എതിർ പാർട്ടികൾ നിലനിൽക്കുന്നതിൻ്റെ ഫലമായി അവർ അതിനെ അംഗീകരിച്ചിട്ടൊന്നും പോകില്ല. അല്ല, ഞാൻ ഇതിനകത്ത് പറഞ്ഞ ബേസ് മാഷ ഞാൻ ഈ പറഞ്ഞു തന്ന ഒരു ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. അതായത് പറഞ്ഞ കാര്യം ഇതാണ്, മോശമായ രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്, ശരിയായ രീതിയിലല്ല എന്നുള്ളതല്ലേ പറഞ്ഞേ. അല്ല, മോശമായ രീതിയിലല്ല, ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി വേണമല്ലോ. കാരണം മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ കാണുമ്പോഴും അല്ലെങ്കിൽ സതീശൻ കാണുമ്പോഴും അത് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റി സാമാന്യ ജനത്തെ മൗലികത ഇക്കാര്യത്തിൽ കാരണം ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണേണ്ടി വരും, കണ്ടേ മതി, ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടി വരും, ചിരിക്കേണ്ടി വരും, കൈപിടിക്കേണ്ടി വരും. അതെ, അതൊക്കെ പിണറായി വിജയൻ ചെയ്തിരുന്ന സമയത്ത് സതീശൻ പറഞ്ഞിരുന്നത് ഇത് BJP CPM ഡീലാണ് എന്നാണ്. അപ്പോൾ വി ഡി സതീശൻ പോയി നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഇതൊക്കെ CPM പറയാൻ അവകാശമുണ്ട് എന്ന് വി ഡി സതീശനും അതേപോലെ തന്നെ കോൺഗ്രസും തിരിച്ചറിയുന്ന ആളാണ്. CPM പറയാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അത് പറയുന്നു. അതിനകത്ത് ഞാൻ അതിനകത്ത് ന്യായീകരിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പ്രശാന്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ഇതൊക്കെ ഒരിക്കലും വിമർശിക്കപ്പെടേണ്ടതല്ല. മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. വി ഡി സതീശൻ പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾ അതേപടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ഘട്ടങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ വെളിയിറക്കി വിട്ടു. ചോദ്യം ചോദിച്ച ഒരു സ്ത്രീ മാധ്യമപ്രവർത്തകർ വിമർശനമായിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇതുവരെ സമയമില്ലായിരുന്നു ചോദിച്ചു. ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയൻ ചോദിച്ചത്. രണ്ട് ഭാഷകൾ. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലം ഈ പിണറായി വിജയൻ കയ്യെ പിടിച്ചപ്പോഴും ചിരിച്ചപ്പോഴും പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും ഒക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ ചെയ്യുന്നത് ഏതാണ്ട് വലിയ പാതകമാണെന്ന് വി ഡി സതീശൻ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ വാർത്ത കൊണ്ടുവന്നു. പക്ഷെ ഇപ്പം ആ മാധ്യമങ്ങൾ ഇതെല്ലാം ഒളിക്കുന്നു. അല്ലെങ്കിൽ വി ഡി സതീശന് മോദിയെ കാണാം, BJP നേതാക്കന്മാരെ കാണാം, അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിക്കാം, അതെല്ലാം വികസനത്തിന്റെ പാതയിൽ, മറ്റേത് ഡീലിന്റെ പാതയിലായിരുന്നു. അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് ആൾക്കാർ മാറുമ്പോൾ ചില കാര്യങ്ങൾ പിണറായി ഇട്ട പാൻറ് സതീശൻ ഇട്ട വെറുമുട എന്നൊക്കെ പറയുന്നവർക്കുള്ള ചില പഴഞ്ചൊല്ലുണ്ട്. പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറയുന്നത് ഇത് ഏറ്റെടുത്തിരുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ രണ്ടുപേരും ഒരേ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് ശരി തെറ്റുകൾ അന്ന് കാണിച്ചതുപോലെ കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. പിണറായി കാണിക്കുന്നത് എല്ലാം തെറ്റ്, സതീശൻ എന്ത് കാണിച്ചാലും ശരി, മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞാലും സതീശൻ ചീത്ത പറഞ്ഞാലും അതിനകത്ത് കുറ്റമില്ല, തെറ്റില്ല, കടക്കുപുറത്തില്ല. ഇതുപോലെ തന്നെ BJP നേതാക്കന്മാരെ കണ്ടാൽ അതിനകത്ത് വർഗീയത അല്ലെങ്കിൽ BJP ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ഇല്ല. മോദിയെ കണ്ടാൽ കുഴപ്പമില്ല, കയ്യെ പിടിച്ചാൽ പഴയ ഗുജറാത്ത് കലാപത്തിലെ കൂട്ടക്കൊല നടത്തിയ ആളാണെന്നുള്ള വ്യാഖ്യാനമില്ല. ഇതെല്ലാം പിണറായി വിജയൻ ചെയ്യുമ്പോൾ മാത്രമാകുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇതാണ് രാഷ്ട്രീയം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് ഇവര് എന്ത് ചെയ്യുന്നത്, അധികാരത്തിലേക്ക് വരുന്നത്. അധികാരത്തിലിരുന്നാൽ ഇത് തന്നെ ഇവർ ആവർത്തിക്കും. സതീശനെ കുറിച്ച് ഇനി സംസാരിക്കാൻ 5 കൊല്ലം കിടക്കണേ, മനസ്സിലായേ? നമ്മൾ 10-13 ദിവസമായിട്ടുള്ളൂ. ഈ 5 കൊല്ലത്തിൽ എത്രമാത്രം സതീശനെതിരായിട്ട് വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ റെയിലിന് പകരം ഹൈസ്പീഡ് റെയിൽ വരാൻ പോകുന്നു എന്ന് പറയാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക, ഏതാണ്ട് ഒരേപോലെയാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ഥലമെടുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം. സ്റ്റാൻഡേർഡ് ഗേജ് വേണം. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സാങ്കേതികതയും അതേപോലെ തന്നെയാണ്. അത് ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പോകുന്നു എന്നാണ് സതീശൻ പോയി മെട്രോ മാനുമായിട്ട് സംസാരിച്ച സമയത്ത് കണ്ടുവരിക. അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പം അത് ഇവരുടെ പ്രൊജക്റ്റായിട്ട് ഇവർ വെക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ആളുകൾക്ക് എതിരെ, സമൂഹത്തിനെതിരെ നടത്തുന്ന വിക്രിയകളായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരുപാട് ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ആ, ഉടനെ- മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ട, ആ. ന്യായ അന്യായം ഒന്നുമില്ല. ഇല്ല, ഒരു ന്യായമില്ല, ഒരു അന്യായമില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ശരി, നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റി. ഇതാണ് CPM തുടർന്നിരുന്നത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് UDF. മാധ്യമങ്ങളും അന്ന് മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ്. അതെ. ഏറ്റവും വികൃതമായ ജീവികൾ മാധ്യമ ജീവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.